കാസർഗോഡ് പറക്കളായിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി. നേർച്ച രൂപങ്ങളും ഭൂതാരാധനയുടെ ഭാഗമായി ഉപയോഗിച്ച വസ്തുക്കളുമാണ് ലഭിച്ചത്. വീട് നിർമ്മിക്കുന്നതിന് മണ്ണ് മാറ്റുമ്പോഴാണ് പുരാവസ്തുക്കൾ കണ്ടെത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നേർച്ച രൂപങ്ങളും ഭൂതാരാധനയുടെ തെളിവുകളുമാണ് കാഞ്ഞങ്ങാട് പറക്കളായിൽ കണ്ടെത്തിയത്. സങ്കരലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച നിരവധി രൂപങ്ങളാണിവ. വലിയടുക്കത്ത് രതി രാധാകൃഷ്ണന്റെ പറമ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിന് മണ്ണുമാറ്റുമ്പോഴാണ് പുരാവസ്തുക്കൾ കിട്ടിയത്. പന്നി, മാൻ, കോഴി, ഞണ്ട്, ആട്, പാമ്പു തുടങ്ങിയ ജീവികളുടെ രൂപങ്ങളും തെയ്യാരാധനയുമായി ബന്ധപ്പെട്ട അണിയലങ്ങളുടെയും തിരുമുടിയുടെയും രൂപങ്ങൾ, നിലവിളക്ക്, വാൾ, കൊടിയിലയുടെ 3 രൂപങ്ങൾ, തൃശൂലം, മെതിയടി എന്നിങ്ങനെ നിരവധി രൂപങ്ങളാണ് മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. പതിനാറ്, 17 നൂറ്റാണ്ടുകളിൽ ഉത്തര കേരളത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന അനുഷ്ഠാനമായ നേർച്ച സമർപ്പണത്തിന് വേണ്ടിയുണ്ടാക്കിയ രൂപങ്ങളും ഭൂതാരാധനയുടെ ശേഷിപ്പുകളുമാണിതെന്നാണ് നിഗമനം. കളിമണ്ണിൽ മുകളിൽ ലോകവിശ്വം തളിച്ചിട്ടുള്ള ലോഹക്കൂട്ടുണ്ടാക്കിയ ഒരു രൂപത്തിലാണ് എല്ലാ പ്രതിമകളും കാണപ്പെടുന്നത്. അധികം ബലമില്ലാത്ത പൊട്ടുന്ന രീതിയിലുള്ളതാണെങ്കിലും വളരെയധികം മനോഹരമായിട്ട് തന്നെ ഓരോ പോയിന്റ് വ്യക്തമായിട്ട് തന്നെയാണ് ഈ പ്രതിമകളിൽ കാണാൻ വേണ്ടി പറ്റുക. ഇത് ഒരു കാലഘട്ടത്തിൽ നേർച്ച രൂപങ്ങളായിട്ട് സമർപ്പിച്ചവയായിരിക്കാം. ഇക്കേരി നായകരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടവയായിരിക്കാം കണ്ടെത്തിയവയിലുള്ള നമസ്കാരമുദ്ര കാണിക്കുന്ന രൂപങ്ങൾ എന്നാണ് നിഗമനം. കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെയും പുരാതന ശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.